ഒരു വശത്ത് നാം ഹിജറ കാണുകയാ, ഹിജറയുണ്ട് ഇവിടെ. പക്ഷേ ഹിജറയോടൊപ്പം ഉണ്ടാകേണ്ടുന്ന നുസറയില്ല. എവിടെ ഹിജറയുണ്ടോ അപ്പുറത്തൊരു നുസറത്ത് ചെയ്യാൻ ബാധ്യസ്ഥരായവർ നുസറ ചെയ്യുന്നില്ല. അൻസാറുകളെ നാം കാണുന്നില്ല. ഇവിടെ അഭയാർത്ഥികളുണ്ട്, മുഹാജിറുകളെ കാണുന്നു. പക്ഷേ അൻസാറുകളില്ല, രാജ്യങ്ങളില്ല. അവർക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ട റോഡുകളാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെ അതിർത്തി ഈ പാവൻ ജനതയ്ക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ സിറിയയുടെ അതിർത്തികൾ ഇവർക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. ഹിജറ ചെയ്യാൻ പോലും സ്വന്തം സഹോദരങ്ങൾ അനുവദിക്കാത്ത ഈ ദുരന്തമല്ലാതെ ഇസ്ലാമിക ലോകത്തിൻ്റെ പുരോഗതിക്ക്, അവരുടെ നല്ല ഭാവിക്ക് മുമ്പിൽ ഒരു തടസ്സവുമില്ല. ഫലസ്തീൻ കവി മഹ്മൂദ് ദർവീഷ് പറഞ്ഞല്ലോ, നാട് കടത്തിയാലും ഞങ്ങൾ എങ്ങോട്ട് പോകാൻ, വെടിയുണ്ടകൾക്ക് ഞങ്ങളുടെ വഴികളിൽ തുളകൾ വീഴ്ത്താനാവില്ല, അവസാന അതിരും മുറിച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ, ആകാശത്തിനും അപ്പുറത്തേക്ക് പക്ഷികൾ എവിടേക്ക് പറക്കാൻ എന്ന് ചോദിക്കുന്ന ഫലസ്തീനിയൻ കവി നമ്മോട് ചോദിക്കും പോലെ അതിരുകളില്ല, അവർക്ക് സഞ്ചരിക്കാൻ വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. അവരിന്ന് തെരുവിലാണ്. ആകാശം മാത്രമാണ് മേൽക്കൂര, കണ്ണീര് മാത്രമാണ് കുടിജലം, വിശപ്പാണ് അവരുടെ ഭക്ഷണം, വെടിയൊച്ചയാണ് കൂട്ടുന്ന വിധത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പോകുമ്പോൾ ഹിജറ ഒരു വശത്തുണ്ട്. പക്ഷെ നുസ്റത്തപ്പുറത്ത് നാം കാണുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി ഇന്ന് വിലപിക്കാൻ ആളില്ല എന്ന് നാം പറയുമ്പോഴും ഇന്ന് അൽഹംദുലില്ലാഹ് സാക്ഷാൽ ഇസ്രയേലിനെ സൃഷ്ടിച്ച ബ്രിട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നു. ഹിജറ പാഴാവുകയില്ല എന്ന് ഇക്കാലത്ത് നാം ഇത്രയും പ്രതീക്ഷിച്ചുവോ? ഫ്രാൻസ് അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായ ഇമ്മാനുവൽ മക്രോൺ അയാൾ പറഞ്ഞിരിക്കുന്നു, ഫലസ്തീൻ രാഷ്ട്രത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കാനഡ പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, പോർച്ചുഗൽ പറഞ്ഞു, എല്ലാവരും അംഗീകരിച്ചു. UN പൊതുസഭയിൽ 142-ലധികം അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന വിധത്തിലേക്ക് ഗസ മാറുമ്പോൾ ഗസയുടെ നൊമ്പരങ്ങൾക്ക്, ഹിജറകൾക്ക് അല്ലാഹു തആല വില നൽകുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന് ഒറ്റപ്പെടുകയാണ്. രണ്ട് രാജ്യങ്ങളോട് നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ പോലും അവസാനിപ്പിച്ച് ചൈന ചേരിയിലേക്ക് കൂടാൻ നിർബന്ധിതരായല്ലോ. ഈ രണ്ട് പൈശാചിക രാഷ്ട്രങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുന്നതിൻ്റെ സൂചനകൾ ഹിജറയുടെ വിലയാണ്. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ചോദ്യം ചോദിക്കുമ്പോൾ വിയർക്കുകയാ, നാം കണ്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ഓൾമർട്ട് പ്രധാനമന്ത്രി, അയാൾ പറഞ്ഞു, ഇത് തെമ്മാടിത്തരമാണ്, ഫലസ്തീനികളോട് ഇത് കാണിച്ചുകൂടാ. മുൻ പ്രധാനമന്ത്രി പറയുന്നു, ഫലസ്തീനികൾക്ക് അനുകൂലമായി ലോകം മാറുന്നതിൻ്റെ അത്ഭുതകരമായ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും അന്ത്യമാണെന്ന് വിചാരിച്ച് വിശ്വാസത്തിൽ നിന്നും സത്യത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നതിന് പകരം ഇത്തരം ത്യാഗങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തെയും സത്യപ്രസ്ഥാനത്തെയും എന്നും വളർത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ, സബറിൻ്റെ വഴിയിൽ, തഖ്വയുടെ വഴിയിൽ, ക്ഷമയുടെ വഴിയിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന പാതയിൽ നമുക്ക് മുന്നേറാനായാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെ മനോഹരമായി കരുപിടിപ്പിക്കുന്നതിനുള്ള വാതിൽ തുറക്കലാകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോക ജീവിതത്തെ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് പ്രശ്നകലുഷിതമായ ഒരു ജീവിത സംവിധാനമായിട്ടാണ്. തികച്ചും സുഖാധിഷ്ഠിതമായതോ അല്ലെങ്കിൽ പൂർണ്ണമായും കഷ്ടാധിഷ്ഠിതമായതോ അല്ലാത്ത സുഖദുഃഖ സമ്മിശ്രമായ സന്തോഷ സന്താപ സന്ദായകമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ യാഥാർത്ഥ്യം നാം മുമ്പ് പഠിച്ച സൂറത്തുൽ ബലദിലൂടെ നമ്മോട് പറഞ്ഞത് നാം കേട്ടു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ്, പണി എടുക്കാതെ ജീവിക്കാൻ വേണ്ടിയല്ല. കഷ്ടപ്പെട്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് കഷ്ടതകളുടെ, ക്ലിഷ്ടതകളുടെ, പ്രയാസങ്ങളുടേതായ ഒരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വാസ വ്യതിചലനത്തിന് വിധേയമാകുന്നതിന് പകരം
ഇത് പടച്ചതമ്പുരാൻ്റെ പ്രപഞ്ച വ്യവസ്ഥിതിയുടെ വളരെ അവിഭാജ്യമായ അനിവാര്യമായ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി വേണം മുന്നോട്ട് നീങ്ങാൻ. ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അങ്ങേയറ്റം പ്രയാസകരമാണ്. ഇസ്ലാമിക ലോകത്തിൻ്റെ വേദനകളുടെ, നൊമ്പരങ്ങളുടെ, മുറിപ്പാടുകളുടെ, രോദനങ്ങളുടെ കഥകൾ മാത്രം ലോകത്ത് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരും ഇന്ന് വിശ്വാസത്തെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് ചിലപ്പോഴൊക്കെ വിശ്വാസ വ്യതിചലനം വരെയും സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സംശയിക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഫലസ്തീൻ്റെ പ്രിയപ്പെട്ട ജനത ഇന്ന് അനുഭവിക്കുന്ന ദാരുണമായ ദുരിതപർവങ്ങൾ നാം കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ഈ ലോകം ഇത്രമേൽ ക്രൂരമാകാൻ കഴിയുമോ എന്ന് പലപ്പോഴും ചിന്തിക്കുകയും തദടിസ്ഥാനത്തിൽ നിങ്ങളുടെ അള്ളാഹുവിനും നിങ്ങളുടെ പ്രവാചകനും എന്താണ് ചെയ്യാൻ കഴിയുക, ചെയ്യാനുള്ളത് ചെയ്തു കൊള്ളട്ടെ എന്ന് നമ്മെ വെല്ലുവിളിക്കുന്ന വിധത്തിലേക്ക് വിശ്വാസത്തിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ശത്രുപക്ഷം നമ്മുടെ നേരെ അധിക്ഷേപ വർഷവും ചൊരിയുകയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചാഞ്ചല്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് വിശ്വാസത്തെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലേത് കാലത്തും വിശ്വാസത്തിൻ്റെ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ നിലകൊണ്ട എല്ലാവർക്കും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയും സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയും സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന ചരിത്രം മറന്നുകൊണ്ട് നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റേത് മാത്രമായി ചില സമസ്യകളെ നാം വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നാം യഥാർത്ഥ വിശ്വാസം അറിയാതെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൽ നിന്ന് അകലാനാണ് ഇടയാവുക. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ എക്കാലത്ത് നമ്മൾ മാതൃകയായി ഉയർത്തിപ്പിടിക്കുന്നതും. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ആ പാത, ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ എന്ന് അല്ലാഹു തന്നെ അവൻ്റെ നബിയോട് പറഞ്ഞുകൊണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിനെ താങ്കൾ പിന്തുടരുക, അതിനെ ഫോളോ ചെയ്യുക എന്ന് അല്ലാഹു തന്നെ പറയുന്ന ഒരു പാത, അത് മഹാനായ ഇബ്രാഹിം നബിയുടെ പാതയാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഹിജറ ചെയ്യേണ്ടി വന്നു എന്ന കാര്യം നാം കാണാതെ പോകരുത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്താണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു യുഗപുരുഷൻ, അല്ലെങ്കിൽ ലോക ആദരണീയനായ ഒരു വ്യക്തി പ്രഭാവമായി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നും ലോകത്ത് 4000 കൊല്ലങ്ങൾക്ക് ഇപ്പുറവും വിരാജിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസി സമൂഹം ഓർത്തു വയ്ക്കണം. അതിനാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ നിസ്തുലമായ ഓർമ്മകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ പരിശുദ്ധ ദീനിൽ എല്ലാ വർഷവും ആണ്ടോടാണ്ട് മഹാനായ ആ പ്രവാചകൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ അഥവാ പ്രപിതാമഹനായ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളെ ഓരോ വർഷവും നമ്മുടെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ആ ഓർമ്മകളിൽ ലോകം മുഴുവനും ഒന്നിക്കാനും വേണ്ടിയല്ലേ നമ്മുടെ മുമ്പിൽ ഹജ്ജ് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നത്. വേറെ ഒന്നിലുമല്ലല്ലോ. മഹാനായ 4000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ ലോകത്ത് ജനിച്ച് ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റെ കനൽ പദങ്ങൾ താണ്ടിക്കടന്നുപോയ ഒരു മഹാമനീഷിയുടെ ആ ത്യാഗോത്സുരഭിലമായ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഇസ്ലാമിക ലോകം അവരുടെ ഭാവി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുമ്പോൾ ആ ജീവിതം അവർക്ക് പ്രേരണയും പ്രചോദനവും ആകണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് താൻ ജനിച്ച ഇറാഖിലെ മൊസപ്പൊട്ടോമിയയിലെ നാട് വിട്ട് ഫലസ്തീനിലേക്ക് ആ മഹാപ്രവാചകൻ പലായനം ചെയ്യേണ്ടി വന്നു. തൻ്റെ വിശ്വാസം നിലനിർത്താൻ, സത്യത്തിൻ്റെ വഴികളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി, തൻ്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി. വഇല്ലം തന്തഹില അർജുമന്നക വഹുജുർനി മലിയ, മോനെ നീ ലഇല്ലം തന്തഹില അർജുമന്നക്, നീ ഈ പറയുന്ന ഈ ആദർശവും ഈ വിശ്വാസവുമൊക്കെ അവസാനിപ്പിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ ലഇല്ലം തന്തഹി
ലാ അർജുമന്നക്ക, നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ എൻ്റെ ചുമലിൽ തന്നെ വരും. കാരണം ഈ ഭരണകൂടത്തിൻ്റെ ആസ്ഥാന വിദൂഷിയാണ് ഞാൻ, ഈ ഭരണകൂടത്തിൻ്റെ ആസ്ഥാന പുരോഹിതനാണ് ഞാൻ, എനിക്കത് ചെയ്യേണ്ടി വരും. ലാ അർജുമന്നക്ക, തീർച്ചയായും നിന്നെ കല്ലെറിയേണ്ട ജോലി എൻ്റെ കൈകളിലൂടെ തന്നെ ഞാൻ നിർവഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഫഹ്ജുർനി മലിയ, മോനൊന്നൽപ്പം മാറി നിൽക്കൂ ഈ നാട്ടിൽ നിന്ന് എന്ന് സ്വന്തം പിതാവിന് ആ മഹാപ്രവാചകൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു എന്നല്ലേ നമ്മോട് ചരിത്രം പറയുന്നത്. അപ്പോൾ ആ നബിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന നബി, മറക്കരുത് നാം. ആ നബിയുടെ ഓർമ്മകളിൽ ആ നബിയെ പിതാവായി മാനിക്കുന്ന ഇബ്രാഹിമിയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ലോകത്തുള്ള മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ, മുസ്ലിം ക്രൈസ്തവ യഹൂദ സമൂഹങ്ങൾ. അതുകൊണ്ടാണിപ്പോൾ ഇബ്രാഹീമിൻ്റെ പേരിൽ മുഹമ്മദ് നബിയെ ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയാണ് അതിനവർ വെച്ചിരിക്കുന്ന ഒരു പദ്ധതി, ഇബ്രാഹിം അക്കോഡ്. ഇബ്രാഹിം മതത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ നമുക്കൊന്നിക്കാമെന്ന അതവരുടെ പദ്ധതിയാണ്. അതിന് അറബി നാടുകൾ പോലും വശംവദമാവുകയാണ്. ഇബ്രാഹിം അക്കോഡിൽ നമുക്ക് യോജിക്കാം എന്ന് പറഞ്ഞാൽ മുഹമ്മദിൽ ഞങ്ങൾ അംഗീകരിക്കില്ല, മുഹമ്മദിനെ അംഗീകരിക്കാൻ തയ്യാറല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിമിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ വൈരികൾ പോലും ഏതൊരു ഇബ്രാഹീമിൻ്റെ പേരിലാണോ നമുക്കൊന്നിക്കാം എന്ന് പറയുന്നത്, ആ ഇബ്രാഹിം ആ കാലഘട്ടത്തിലെ ഒറ്റപ്പെട്ടവനായിരുന്നു എന്ന് നാം മറക്കരുത്. അഥവാ ഇസ്ലാമിക ആദർശത്തിന്, സത്യത്തിൻ്റെ പ്രതിനിധാനങ്ങൾക്ക് ലോകചരിത്രം എപ്പോഴും സമ്മാനിച്ചത് ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ ഓടിക്കപ്പെടലുകളും അടുവിടലുകളുമൊക്കെയാണ് എന്ന് ആ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഇബ്രാഹിം വിസ്മൃതിയിലാവുകയില്ല, ഇബ്രാഹിമിൻ്റെ സരണിയും ഈ ലോകത്ത് വിസ്മൃതിയിലാവുകയില്ല. അതുകൊണ്ടൊരു നാട്ടിൽ പീഡനമേറ്റുവാങ്ങേണ്ടി വന്നാൽ, സത്യത്തിൻ്റെ പ്രതിനിധികൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടിക്കപ്പെടേണ്ടി വന്നാൽ, അതൊന്നും ഒരു സത്യപ്രസ്ഥാനത്തിൻ്റെ പരാജയമോ അന്ത്യമോ അല്ല എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രങ്ങളെ ശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെയല്ലേ മൂസ നബി അലൈഹി സ്വലാം മിസ്രിൽ നിന്ന് മദിയനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നയാളല്ലേ മഹാനായ മൂസ നബി അലൈഹി സ്വലാം. ആ മൂസ നബിയെ ഇന്നും ലോകത്തിന് കാണാനാവാത്ത വിധം, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത വിധം ഇന്നും മൂസാ പ്രവാചകൻ ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിലനിൽക്കുകയാണ്. സ്വന്തം നാടാട്ടിപ്പായിച്ച ഒരു മഹാപ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പലായനം ഒന്നിൻ്റെയും അവസാനമല്ല. പലായനം നടത്തി എന്നതുകൊണ്ട് ഈ ലോകത്ത് സത്യപ്രസ്ഥാനം പരാജയപ്പെടുകയില്ല. ഇതാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതുപോലെ തന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാതൃകയല്ലേ, നമ്മുടെ നബിയല്ലേ. എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത്? 13 കൊല്ലം നാടിൻ്റെ കണ്ണിലുണ്ണിയായി വിരാജിച്ച, അല്ല 53 കൊല്ലം 40 കൊല്ലം അവർക്കെല്ലാം പ്രിയങ്കരനായിരുന്ന നബി, അവരുടെ അൽ അമീൻ. ആ അൽ അമീന് അവസാനം നാട് വിട്ടു പോകേണ്ടി വന്നുവല്ലോ. പക്ഷേ എന്താണ് ആ ഹിജറാനന്തരം, പലായനാനന്തരം സംഭവിച്ചത്? മദീനയിലേക്ക് നാട് വിട്ടുപോയി. അപ്പോൾ പ്രവാചകന്മാരുടെ ചര്യാൾ ഹിജറ എന്നോർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിൻ്റെ മക്കൾ ഇന്ന് ഹിജറയിലാണ്. ചെറിയ ഹിജറയിലല്ല, അവർ ഇന്ന് വമ്പൻ ഹിജറയിലാണ്. അവരുടെ വഴികളിൽ ഇന്ന് ധാരാളം അഭയാർത്ഥികളെ നാം കാണുകയാണ്. ഫലസ്തീൻ്റെ മക്കൾ, മുഹാജിറുകളെ നാം കാണുകയാണ്. ഫലസ്തീനിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്ന കാഴ്ച നമ്മളിന്ന് കാണുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹാജിറുകളായി ഫലസ്തീനുകൾ ഇന്ന് സ്വന്തം നാട് വെടിഞ്ഞോടേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഇസ്ലാമികമോ ഇസ്ലാമിക സമൂഹമോ ലോക ചരിത്രത്തിൽ തുടച്ചു നീക്കപ്പെടുന്നു എന്ന് നാം ആരും കരുതണ്ട. ഇന്ന് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഗസയുടെ മക്കൾ, ഫലസ്തീൻ്റെ മക്കൾ, അവർ സ്വന്തം നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായി മുഹാജിറുകളായി ഓടുമ്പോൾ ഇവിടെ ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട്. മുമ്പൊക്കെ പ്രവാചകന്മാർ പോയപ്പോൾ അല്ലാഹു തആല അവർക്ക് മുമ്പിൽ നൽകിയ ഓഫറുകൾ അല്ലാഹു പാലിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, ഖുൽ, പറയുക നബിയെ, യാ ഇബാദി അല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ച ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളുക, പടച്ചവനെ സൂക്ഷിക്കുക, തഖ്വ ചെയ്യുക. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ,
ഈ ഭൗതിക ലോകത്ത് നന്മ ചെയ്തവർക്ക് ഹസന, നന്മയുണ്ട്. ഈ ലോകത്ത് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് അല്ലാഹു തആല നന്മ പകരം തരും. നന്മ പകരം തരിക എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയമായ വളർച്ചയാണ്. നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആത്മീയമായി വളരാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് മുമ്പിൽ തുറന്നിടുന്നതാണ് ഓരോ രാവും പകലും. അതുകൊണ്ട് നന്മ ഇഹ്സാൻ്റെ വഴിയിൽ അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന് കരുതി കർമ്മം ചെയ്യുന്നവർ, അതാണ് മുഹ്സിനുകൾ. അള്ളാഹു കാണുന്നു എന്ന് കരുതി കർമ്മം ചെയ്യുന്ന മുഹ്സിനുകൾക്ക് ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ, ദുനിയാവിൽ അവർക്ക് എന്തുണ്ട്? ഹസനത്തുൻ, ഹസനയുണ്ട്. അവർ ആത്മീയമായി നന്മകൾ ഓരോ ദിവസവും ആർജിക്കുകയാണ്. വ അർളുല്ലാഹി വാസിഅ, അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായി തുറന്നു കിടക്കുകയുമാണ്. അതുകൊണ്ട് വിശാലമായ അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിജറ ചെയ്യാമല്ലോ എന്ന് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഹിജറ ചെയ്യേണ്ടി വരുന്നു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, സത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സമൂഹം ഹിജറ ചെയ്യേണ്ടി വരുന്നു എന്നത് അതവരുടെ നഷ്ടമല്ല, അവരുടെ പതനമല്ല, അവരുടെ പരാജയമല്ല. അള്ളാഹു പറയുന്നു ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും അള്ളാഹു ക്ഷമിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ തീർത്തു കൊടുക്കും, കണക്കില്ലാതെ അള്ളാഹു തആല തികച്ചു കൊടുക്കും. അപ്പോൾ ഹിജറ ഇന്ന് ലോകത്ത് നടക്കുകയാണ്. ഹിജറയുടെ അതിൻ്റെ വലിപ്പം, അതിൻ്റെ വ്യാപ്തി ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകും. പക്ഷേ അത് സംഭവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹിജറകൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു ഹിജറ ചെയ്യുന്നവരോട് മറ്റൊരു ഭാഗത്ത് പറയുന്നു വല്ലദീന ഹാജറു ഫില്ലാ, ആര് അള്ളാഹുവിൻ്റെ വഴിയിൽ ദേശത്യാഗം ചെയ്ത് നാടും വീടും വിട്ട് പലായനം ചെയ്യുന്നുവോ, മിൻ ബഅദി മാ ളുലിമു, അവർ ആക്രമിച്ച് അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം നിക്കക്കള്ളിയില്ലാതെ ആര് നാട് വിട്ട് പലായനം ചെയ്യുന്നോ, ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന, തീർച്ചയായും അള്ളാഹു അവർക്ക് ദുനിയാവിൽ നന്മ പകരം കൊടുക്കും, നല്ല താമസ സൗകര്യം കൊടുക്കും. അതാണ് അതിൻ്റെ അർത്ഥമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഹിജറ ചെയ്ത ആരെങ്കിലും ഒരിടത്തേക്ക് പോകേണ്ടി വന്നാൽ, നാട് വെടിയേണ്ടി വന്നാൽ, അള്ളാഹു അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, നല്ല താമസ സൗകര്യം കൊടുക്കും. ഹിജറയെ പേടിക്കേണ്ട സഹോദരങ്ങളെ. ജനിച്ചിടത്ത് തന്നെ ജീവിച്ചിട്ട് മരിച്ചു കൊള്ളുമെന്ന് നമ്മൾ ആരോടും പ്രതിജ്ഞ ചെയ്യേണ്ടതുമില്ല. ജനിച്ചിടം വെടിയേണ്ടി വരും, ഹസനത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ചിലപ്പം ജനിച്ച നാട് വെടിയേണ്ടി വരും. നാമൊക്കെ എന്തിനെല്ലാം വേണ്ടി നാട് വിടുന്നവരാണ്. ഒരുപക്ഷെ മലയാളത്തിൽ, കേരളത്തിൽ ഇന്ന് യുവാക്കളിൽ അധികവും നാടിന് വെളിയിലാണ്, അല്ലേ? അപ്പം നാട് വിടുക എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു പുതുമയുള്ള കാര്യമല്ല, പുത്തരിയല്ല. അതുകൊണ്ട് നാട് പലതിനും വേണ്ടി നാം വിടുന്നുണ്ട്. ആദർശത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടിയുള്ള നാട് വിടൽ, അത് ഒരു കുറച്ചിലായി കാണണ്ട. അത് യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ പുരോഗതിയുടെ വഴികൾ തുറക്കപ്പെടാൻ കാരണമാണ്. ആര് ഹിജറ ചെയ്ത് മറ്റ് നാടുകളിലേക്ക് പോകുന്നുവോ അവിടങ്ങളിൽ അല്ലാഹു തആല അവർക്ക് താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും, അവർക്ക് നല്ല ഭക്ഷണം നൽകും. ലൗ കാനു യഅലമൂൻ, അവർക്കറിയാമെങ്കിൽ. അല്ലദീന സബറു, അവരാരാണ്? ക്ഷമിച്ചവരാണ് അള്ളാഹുവിന് വേണ്ടി. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിലേക്ക് അവർ കാര്യങ്ങൾ ഏൽപ്പിച്ചവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി നിലകൊണ്ട കാരണത്താൽ സ്വന്തം നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ എത്രമാത്രം വേട്ടയാടപ്പെട്ടു എന്ന് മാത്രമല്ല, അവസാനം മക്കയിൽ സ്വന്തം നാട്ടിൽ ജനിച്ച വീടിൻ്റെ മുമ്പിൽ ഒരു പ്രദേശമുണ്ട്. ഇന്ന് നമ്മൾ ഹജ്ജിനായി ഉംറയ്ക്കായി പോകുന്ന ആളുകളെ ഗൈഡുമാർ കൊണ്ടുപോയി കാട്ടിത്തരും. ഇതാണ് ഷിഅബ് അബൂ താലിബ്. വിശാലമായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ മഞ്ഞ പെയിൻ്റ് അടിച്ച കെട്ടിടത്തിൻ്റെയും കഅബാലയത്തിൻ്റെയും ബാബുസലാമിൻ്റെയും ഇടയിലുള്ള ഒരു വിശാലമായ പ്രദേശമുണ്ട്. ആ പ്രദേശം അബൂ താലിബ് എന്ന് പറയുന്ന ഇസ്ലാം സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ റസൂലിന് സഹായം നൽകി അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി നിലകൊണ്ട മഹാനായ പിതൃവ്യൻ്റെ അദ്ദേഹത്തിൻ്റെ
അധീനത്തിലുള്ള പ്രദേശമായിരുന്നു. സ്വന്തം വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മക്കയിൽ അള്ളാഹുവിനെയും റസൂലിനെയും, ആരെ? അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന കുലീനനായ സൽഗുണ സമ്പന്നനായ വ്യക്തിയെ, ഖദീജ എന്ന് പറയുന്ന നാട്ടിലെ എല്ലാവരുടെയും അസൂയാപാത്രമായ വർത്തക പ്രമുഖയായ വനിതയെ, അബൂബക്കർ സിദ്ദീഖ് ആ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനാണ്. ആ ഗോത്ര ഹൈറാർക്കി സംസ്കാരത്തിൽ, ഗോത്ര മഹിമാ സംസ്കാരത്തിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലപ്പുള്ളിയുടെ ദിയാദനം നിർണയിക്കാനുള്ള അധികാരം അന്ന് അബൂബക്കറിനാണ്. ദിയാദനം നിർണയിക്കാൻ 7ഓളം ജൗളിക്കടകളുടെ ശൃംഖല. അബൂബക്കർ പോലും അസൂയയോടുകൂടി നോക്കിയത് ബിസിനസ് രംഗത്ത് ഖദീജയെ. ഈ ഖദീജയും ഈ അബൂബക്കറും ഈ മുഹമ്മദും അടങ്ങുന്ന ആ മക്കയിലെ ഏറ്റവും വലിയ കുലീനമായ പശ്ചാത്തലമുള്ള, സമ്പന്നമായ സാഹചര്യമുള്ള, വളരെ മനോഹരമായ ജീവിത സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണെന്ന് സർവരാലും വാഴ്ത്തിയ ഈ മനുഷ്യരെ ഷീബ് അബൂ താലിബ് വളഞ്ഞിട്ട് ഷീബ് അബൂ താലിബിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. കാരണം എന്താ? ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തി. മുസ്ലിമീങ്ങളോട് വ്യാപാര ബന്ധങ്ങൾ പാടില്ല, മുസ്ലിമീങ്ങളോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഈ നബി അനുഭവിച്ചതാണ്. നമ്മെ ഇന്ന് ഈ വെള്ളിയാഴ്ചയിൽ നൂറുകണക്കിന് ആളുകളെ ഈ പള്ളി നിറച്ചിരുത്തിയ, 14 നൂറ്റാണ്ടിനിപ്പുറവും 21-ാം നൂറ്റാണ്ടിലും നമ്മെ ഈ പള്ളിയിൽ നിറച്ചിരുത്തിയ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച ത്യാഗമാണിത്. നമ്മൾ മറക്കരുത്. ത്യാഗമില്ലാതെ ഉള്ള ഒരു വളർച്ച അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുന്നില്ല എന്ന കാര്യം ഈ അനുഭവങ്ങളെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊള്ളണം. അവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടെയാണ് ഖദീജ, അവരുടെ കണ്ണിലുണ്ണി. നാട്ടിലെ അബൂജഹലും അബൂ സുഫിയാനും ഉത്ബയും അടക്കമുള്ള, അതുപോലെ തന്നെ എല്ലാ പ്രമാണിമാരും വിവാഹാലോചന നടത്തി പരാജയപ്പെട്ട ഖദീജ ആ പട്ടിണിയിലും പരിവട്ടത്തിലും ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത ബഹിഷ്കരണം ഏറ്റുവാങ്ങി അവരുടെ കൺമുമ്പിൽ കഴിയുന്ന ആ ഇസ്ലാമിക സമൂഹത്തിൽ അവസാനം വൃക്ഷത്തിൻ്റെ ഇലയും മരത്തൊലികളും തല്ലിക്കൊഴിച്ച് ഭക്ഷിച്ച് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സമുദായമാണ് ഇന്ന് ലോകത്തെ ഈ വലിയ സമുദായം എന്ന് നാം ഓർത്തുകൊള്ളണം. അപ്പോഴാണ് ത്യാഗം, ഹിജറ, ഇതൊന്നും ഈ ലോകത്തൊരിക്കലും പാഴാവുകയില്ല എന്ന പാഠം നമുക്ക് പഠിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അബൂ താലിബിൻ്റെ മരണം അതിനിടയിൽ സംഭവിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം സംഭവിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ താങ്ങായിരുന്നു, തണലായിരുന്നു. അവസാനം അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ പ്രശ്നമുണ്ടായി. തായിഫിലേക്ക് പോയി, ആ കഥയൊന്നും പറയുന്നില്ല. തായിഫിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടു, കല്ല് പറക്കി എറിഞ്ഞു നടു റോഡിൽ. അങ്ങനെ ശരീരത്തിൽ നിന്ന് രക്തം ധാരയായി ഒലിച്ചു. ആർക്ക്? ഇന്ന് ലോകത്തെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ, ലോകത്ത് മനുഷ്യ മക്കൾ ഏറ്റവും അധികം നാമകരണം ചെയ്യുന്ന ആ മഹാവ്യക്തിത്വം, 16 കോടി ആളുകൾ ഇന്ന് ലോകത്ത് ആ നാമം പേര് ജീവിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്തുള്ള ആൾക്ക് 6 കോടിയേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 3ാം സ്ഥാനത്തുള്ള മറിയമിന് 3 കോടിയേ ഉള്ളൂ എന്ന്. ലോകത്തിന് ഏറ്റവും അധികം ആളുകൾ ഏതൊരു വ്യക്തിയുടെ നാമവും പേറിയാണോ ജീവിച്ചത്, ആ മനുഷ്യൻ ഈ ദുരിത പർവ്വങ്ങൾ താണ്ടിയാ പോയത്. പക്ഷേ അള്ളാഹു പറഞ്ഞത് പാലിച്ചു. അവർ ഹിജറ ചെയ്താൽ, ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഹിജറ ചെയ്താൽ അവർക്ക് ഞാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അവർ ഹിജറ ചെയ്തു പോയി. എവിടെ ഹിജറ ചെയ്താലും അവിടെ അപ്പുറത്തൊരു നുസ്ര കൂടി ഉണ്ടാകുമെങ്കിൽ, അൻസാറുകളുടെ സമൂഹം അപ്പുറത്തുണ്ടെങ്കിൽ ഹിജറ വമ്പൻ വിജയമായി മാറുമെന്ന ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. അവർക്ക് അഭയം നൽകാൻ അവർ ഹിജറ പോയി. എങ്ങനെയാണ് ഹിജറ പോയത്? ആദ്യത്തെ ഹിജറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ഹിജറ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് അവിടെ ചെറിയ തുച്ഛമായ എണ്ണം ആളുകളുമായി ഹബിഷയിലേക്ക് ഹിജറ പോയി. ഹബിഷയിലേക്ക് ഹിജറ പോയി. 1 വട്ടമല്ല 2 വട്ടം പോയി. ആദ്യം പോയപ്പോൾ 11ഓളം പുരുഷന്മാരും 7-8 സ്ത്രീകളും മാത്രം. രണ്ടാമത് പോയപ്പോൾ 83ഓളം പുരുഷന്മാരും അല്പം കൂടിയ അളവിൽ സ്ത്രീകളുമായി 2 വട്ടം ഹിജറ പോയി. പക്ഷേ അള്ളാഹു തആല വാഗ്ദാനം ചെയ്തതുപോലെ അവർക്ക് അഭയം നൽകാൻ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അവിടെ. നജാഷി എന്നു പേരുള്ള ഒരു ക്രിസ്ത്യൻ ഭരണാധികാരി, മനുഷ്യത്വമുള്ള, നിങ്ങളവിടെ ആക്രമിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് വിട്ടു. അത് തന്നെ അവിടെ യാഥാർത്ഥ്യമായി. അദ്ദേഹത്തെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂട്ടത്തിലുണ്ടായിരുന്ന
പിൽക്കാലത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യയായി മാറിയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മാ നസൽനാ അർളൽ ഹബ്ഷ, ഞങ്ങൾ അബ്സീനിയയിൽ ചെന്നിറങ്ങിയപ്പോൾ ജാവർന ബിഹാ ഖൈറ ജാരിൻ നജാഷി, നീഗസ് ചക്രവർത്തിയുടെ ഏറ്റവും നല്ല അയൽക്കാരായി ഞങ്ങൾ പരിഗണിക്കപ്പെട്ടു. അമിന്ന അലാ ദീനിന, ഞങ്ങൾ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് നിർഭയരായി ഒന്നും പേടിക്കാനില്ലാതെയാണ് ഞങ്ങൾ അവിടെ ജീവിച്ചത്. വഅബദന അല്ലാഹ തആല, അള്ളാഹുവിനെ ഞങ്ങൾ നിർബാധം ആരാധിച്ചു. ലാനു ഉദാ, ഒരു പീഡനവും ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. വലാ നസ്മഉ ശൈഅൻ നക്റഹു, വെറുപ്പുളവാക്കുന്ന ഒരു വർത്തമാനം പോലും കേൾക്കേണ്ടി വന്നില്ല. ഓരോ ഹിജ്റയിലും നജാഷിയുടെ പിന്തുണയോടുകൂടി അല്ലാഹു തആല അവർക്ക് അഭയം നൽകി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയ ഇടങ്ങളിലെല്ലാം മക്കയിലെ മുശ്രിക്കുകൾ അംറു ബിൻ ആസ് എന്ന് പറയുന്ന പ്രമാണിയെ, നജാഷി ചക്രവർത്തിയുടെ ബിസിനസ് പങ്കാളിയെ പുറകെ പറഞ്ഞയച്ചു. ധാരാളം സമ്മാനങ്ങളും കൊടുത്ത് മുസ്ലിങ്ങളെ പറ്റി കുപ്രചാരണം, വിദ്വേഷം അഴിച്ചു വിട്ടു. പക്ഷേ രാജാവിനെ മുസ്ലിങ്ങൾക്കെതിരിലാക്കാൻ പഠിച്ചപ്പടി 18 പണ്ട് ശ്രമിച്ചിട്ടും രാജാവ് മുസ്ലിങ്ങളെ കൈവിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി ഈസ, ഈ മനുഷ്യനും യേശു ഈസാ പ്രവാചകൻ കൊണ്ടുവന്നതും ലയഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ, ഒരേ ദീപനാളത്തിൽ നിന്നുള്ളതാണ്. ഇന്തലിക്ക, നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളുടെ സമ്മാനങ്ങളുമായി. ഫലാ വല്ലാഹി ലാ ഉസല്ലിമുഹും ഇലൈക്കുമാ, ഇവരെ നിങ്ങളെ ഏൽപ്പിക്കുന്ന പ്രശ്നമില്ല. വലാ യക്കാദു, നിങ്ങളത് മോഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നിടത്ത് അഭയമായിരുന്നു. അതുകൊണ്ട് ഹിജ്റ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമല്ല, വമ്പൻ വിജയത്തിൻ്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും അറിയാമല്ലോ, ഇന്ന് ബ്രിട്ടനിൽ 7 മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇന്ന് മേയർമാരായി ലണ്ടനിലടക്കം വിരാജിക്കുന്ന മുസ്ലിമീങ്ങൾ സ്വന്തം നാട് വിട്ടു പോയവരാണ്. ന്യൂയോർക്കിൻ്റെ മേയറാകാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ പോപ്പുലറായി നിലനിൽക്കുന്ന വ്യക്തി, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ വന്നിറങ്ങിയാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിനെ അഭിസംബോധന ചെയ്യുന്ന മന്ദാനി ഉണ്ടല്ലോ, സൊഹ്റാൻ മന്ദാനി, അവരൊക്കെ അവിടെ ജനിച്ചവരല്ല, പല നാടുകളിൽ നിന്ന് ഹിജ്റ പോയവരാ. ഇന്ന് അമേരിക്ക, യൂറോപ്പ് ഇസ്ലാമിന് കീഴടങ്ങുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇവിടെ പീഡകരുടെ പിൻമുറക്കാർ ഇവിടെ വിലപിക്കുന്നുണ്ടെങ്കിൽ, അമേരിക്ക ഇസ്ലാമിക സൊസൈറ്റിക്ക് വീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, ഹിജ്റയുടെ സമ്മാനമായി ഇന്നും ലോകത്ത് പോയയിടങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ ഹിജ്റ പോയപ്പോഴോ അവിടെയും സ്വീകരിക്കാൻ അള്ളാഹു അൻസാറുകളെ ഏർപ്പെടുത്തിയില്ലേ? അൻസാറുകൾ ചെയ്തതെന്താണ്? നമുക്ക് കാണാം, സ്വന്തം നാട്ടിലേക്ക് അവരെ സ്വീകരിച്ചു, അവർക്ക് വേണ്ടതൊക്കെ പങ്കുവെച്ചു കൊടുത്തു. ലോകത്ത് സാഹോദര്യം എന്ന് പറയുന്നത്, തുല്യതയില്ലാത്ത സാഹോദര്യം, ഉഖുവത്തുൽ ഇസ്ലാം, അള്ളാഹിൻ്റെ റസൂൽ നടപ്പാക്കി കൊടുത്തു. ഖാലലി സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുക, വലിയ സമ്പന്നനാണ്, പിന്നീടും സമ്പന്നനായി. അദ്ദേഹം പറഞ്ഞു, സഅദ് ബിൻ മുആദ്, അൻസാറുകളുടെ നേതാവ്, എന്നോട് പറഞ്ഞു, ഇന്നി അക്തറുൽ അൻസാരി മാല, ഞാനാണ് അൻസാരികളിൽ ഏറ്റവും പണമുള്ളയാൾ. ഫൗഖസ്സിമു ലക നിസ്ഫ മാലി, എൻ്റെ ധനം പകുതി നിങ്ങൾക്ക് ഞാൻ പകുത്ത് തരാം. ഇസ്ലാം ലോകത്തിന് നൽകിയ തൻ്റെ സഹോദരന് പങ്കുവെക്കുന്ന ഈ പൈതൃകവും പ്രകൃതവും ഇസ്ലാമിക സമൂഹത്തിൽ ഇന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് പറഞ്ഞു, വലിമ്രഅത്താൻ, എനിക്ക് 2 ഭാര്യമാരുണ്ട്, നാട്ടു തലവനാണ്, നാട്ടരജനാണ്. ഫൻളുർ അഅജബിഹിമാ, അവരിൽ ഏറ്റവും സൗന്ദര്യമുള്ളവളെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഫസമ്മിഹ, എന്നിട്ട് പറഞ്ഞോളൂ എന്നോട്. ഫസമ്മിഹാലി ഉത്തല്ലിഖുഹ, തലാഖ് ചെയ്തു തരാം. ഫൈദൻ ഖലത ഇദ്ദതഹ ഫതസവ്വജ്ഹാ, അവളുടെ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം കഴിച്ചും തരാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാ. ഫഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വ മാലിക, നിങ്ങളുടെ സൗമനസ്യത്തിന് നന്ദി, നിങ്ങളുടെ ധനത്തിലും കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ലാ ഹാജത ലി ഫി ദാലിക്, അതെനിക്കിപ്പോൾ ആവശ്യമില്ല. ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, ഇവിടെ കച്ചവടം നടക്കുന്ന ചന്ത എവിടെയാണ്? കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ ചോദിച്ചു, മാർക്കറ്റ് എവിടെയാണ്? കാല സയ്യിദ് പറഞ്ഞു, സൂഖ് കൈൻക, മാർക്കറ്റ് അപ്പുറത്തുണ്ടല്ലോ, ജൂതന്മാരുടെ കൈൻക മാർക്കറ്റ് അപ്പുറത്തുണ്ട്. കാല ഫഗദാ ഇലൈഹി അബ്ദുറഹ്മാൻ, രാവിലെ വെണ്ണയും പാൽക്കട്ടിയുമായി കച്ചവടത്തിന് പോയി മദീനയിലെ വലിയ സമ്പന്നനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറി. ഹിജ്റ പോയയിടത്ത് അള്ളാഹു ഓഫർ ചെയ്ത യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറ,
അതുപോലെ തന്നെ മക്കൻ നബവ്വി അന്നഹും താമസ സൗകര്യം, വിശാലമായ റിസ്ഖൊക്കെ അള്ളാഹു അവന് വേണ്ടി വിശ്വാസപൂർവ്വം ഹിജറ ചെയ്തവർക്ക് ഒരു കാലത്തും നൽകാതിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു വശത്ത് നാം ഹിജറ കാണുകയാ. ഹിജറയുണ്ട് ഇവിടെ, പക്ഷേ ഹിജറയോടൊപ്പം ഉണ്ടാകേണ്ടുന്ന നുസ്രയില്ല. എവിടെ ഹിജറയുണ്ടോ അപ്പുറത്തൊരു നുസ്രത്ത് ചെയ്യാൻ ബാധ്യസ്ഥരായവർ നുസ്ര ചെയ്യുന്നില്ല. അൻസാറുകളെ നാം കാണുന്നില്ല. ഇവിടെ അഭയാർത്ഥികളുണ്ട്, മുഹാജിറുകളെ കാണുന്നു, പക്ഷേ അൻസാറുകളില്ല, രാജ്യങ്ങളില്ല. അവർക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ട റോഡുകളാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെ അതിർത്തി ഈ പാവൻ ജനതയ്ക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ സിറിയയുടെ അതിർത്തികൾ ഇവർക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. ഹിജറ ചെയ്യാൻ പോലും സ്വന്തം സഹോദരങ്ങൾ അനുവദിക്കാത്ത ഈ ദുരന്തമല്ലാതെ ഇസ്ലാമിക ലോകത്തിൻ്റെ പുരോഗതിക്ക്, അവരുടെ നല്ല ഭാവിക്ക് മുമ്പിൽ ഒരു തടസ്സവുമില്ല. ഫലസ്തീൻ കവി മഹ്മൂദ് ദർവീഷ് പറഞ്ഞല്ലോ, നാട് കടത്തിയാലും ഞങ്ങൾ എങ്ങോട്ട് പോകാൻ, വെടിയുണ്ടകൾക്ക് ഞങ്ങളുടെ വഴികളിൽ തുളകൾ വീഴ്ത്താനാവില്ല, അവസാന അതിരും മുറിച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ, ആകാശത്തിനും അപ്പുറത്തേക്ക് പക്ഷികൾ എവിടേക്ക് പറക്കാൻ എന്ന് ചോദിക്കുന്ന ഫലസ്തീനിയൻ കവി നമ്മോട് ചോദിക്കും പോലെ അതിരുകളില്ല, അവർക്ക് സഞ്ചരിക്കാൻ വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. ദുരന്തത്തിലൂടെ അവർ കടന്നു പോകുന്നെങ്കിൽ അതിന് കാരണം എന്താണ്? നമ്മുടെ സഹോദരങ്ങൾ നുസ്ര ചെയ്യാൻ അൻസാറുകളെപ്പോലെ, അതുപോലെ അബിസീനിയയിലെ നജാഷിയെപ്പോലെ നുസ്രത്ത് ചെയ്യാൻ സന്നദ്ധതയുള്ള മനുഷ്യത്വമുള്ളവരില്ലാതാകുമ്പോഴാണ് ഹിജറകൾ പാഴായതിൻ്റെ പ്രതീതി നമുക്ക് തോന്നുന്നത്. 1948 നഖബയെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഏറ്റവും ദുരന്തമായ ബ്രിട്ടൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി നടന്ന നഖബയിൽ ഇസ്രയേൽ ഫലസ്തീനുകളിൽ നിന്ന് പിടിച്ചെടുത്ത് 7.5 ലക്ഷത്തോളം ഫലസ്തീനികളെ ആയുധബലം ഉപയോഗിച്ച് പുറന്തള്ളി അവരെ അഭയാർത്ഥികളായി ലോകത്തിൻ്റെ മുമ്പിൽ അലയാൻ വിട്ട് അവരുടെ 20 നഗരങ്ങൾ, അതുപോലെ തന്നെ 400ഓളം ഗ്രാമങ്ങളിൽ നിന്ന് നാട്ടിപ്പായിക്കപ്പെട്ടു. അന്ന് 12,000 പേര് കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റ നഖബയുടെ ഒരാവർത്തനമായി ഇന്ന് നമ്മൾ മാറുമ്പോൾ 10 ലക്ഷം പേര് അഭയാർത്ഥികളായി മാറി. അവരിന്ന് തെരുവിലാണ്. ആകാശം മാത്രമാണ് മേൽക്കൂര, കണ്ണീര് മാത്രമാണ് കുടിജലം, വിശപ്പാണ് അവരുടെ ഭക്ഷണം, വെടിയൊച്ചയാണ് കൂട്ടുന്ന വിധത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പോകുമ്പോൾ ഹിജറ ഒരു വശത്തുണ്ട്, പക്ഷെ നുസ്രത്തപ്പുറത്ത് നാം കാണുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി ഇന്ന് വിലപിക്കാൻ ആളില്ല എന്ന് നാം പറയുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവൻ എതിരായി നാട് വിട്ടോടുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖിനോട് തന്നെ പിടിക്കാൻ പിന്തുടർന്ന സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തനായ അശ്വാരൂഢനെ പിന്നിൽ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ അബ്കി അലാ നഫ്സി. അബൂബക്കർ കരയാൻ തുടങ്ങി. അടുത്തെത്തുകയാണെന്ന് കണ്ടപ്പോൾ, ഞാൻ കരയുന്നത് എന്നെക്കുറിച്ച് ഓർത്തല്ല നബിയേ, വലാകിന്നി അബ്കി അലൈക, അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫദആ അലൈഹി, അബൂബക്കറിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. കരയല്ലേ അബൂബക്കറെ. ഫഖാല, സുറാഖത്ത് ബിൻ മാലിക്കിനെ വിളിച്ചിട്ട് ചില ഓഫറുകൾ കൊടുത്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹുർമുസിൻ്റെ കോട്ട കീഴടക്കപ്പെടുമ്പോൾ, കിസ്രയുടെ പേർഷ്യയുടെ ചക്രവർത്തിയുടെ കോട്ട കീഴടക്കപ്പെടുമ്പോൾ അവൻ അണിഞ്ഞ കയ്യിലണിഞ്ഞ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നീ ഒന്ന് ഓർത്തു നോക്കൂ സുറാക്ക എന്ന് മുഹമ്മദ് മുസ്തഫ ലോകമെതിരായ വേളയിലും നാളെ വിജയമുണ്ടാകുമെന്ന് ശത്രുവിനോട് പറയാൻ മാത്രം ആർജവമുള്ള ഒരു നേതാവ് മുമ്പിലുണ്ടായിരുന്നു ഈ സമുദായത്തിന്. അതാണ് ഈ സമുദായത്തിൻ്റെ വിജയകാരണമായി വർത്തിച്ചത്. അത്തരം നേതാക്കന്മാർ നമുക്കിന്നില്ല, അത്തരം രാഷ്ട്രങ്ങൾ ഇന്നില്ല. ഹിജറ ചെയ്യുന്നവരെ വേട്ടയാടാൻ മാത്രം, അല്ലെങ്കിൽ അവരുടെ കണ്ണീരിൻ്റെ മുമ്പിൽ വാതായനങ്ങൾ, നഗരാതിർത്തികൾ, രാജ്യാതിർത്തികൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന മുസ്ലിം രാഷ്ട്രങ്ങളായി നമ്മൾ മാറിയെങ്കിലും ഇന്ന് അൽഹംദുലില്ലാഹ് സാക്ഷാൽ ഇസ്രയേലിനെ സൃഷ്ടിച്ച ബ്രിട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നു. ഹിജറ പാഴാവുകയില്ല എന്ന് ഇക്കാലത്ത് നാം ഇത്രയും പ്രതീക്ഷിച്ചുവോ? ഫ്രാൻസ് അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായ ഇമ്മാനുവൽ മക്രോൺ അയാൾ പറഞ്ഞിരിക്കുന്നു, ഫലസ്തീൻ രാഷ്ട്രത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കാനഡ പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, പോർച്ചുഗൽ പറഞ്ഞു, എല്ലാവരും അംഗീകരിച്ചു. UN പൊതുസഭയിൽ 142-ലധികം അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന വിധത്തിലേക്ക് ഗസ മാറുമ്പോൾ
ഗസയുടെ നൊമ്പരങ്ങൾക്ക്, ഹിജറകൾക്ക് അല്ലാഹു തആല വില നൽകുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന് ഒറ്റപ്പെടുകയാണ്. 2 രാജ്യങ്ങളോട് നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ പോലും അവസാനിപ്പിച്ച് ചൈന ചേരിയിലേക്ക് കൂടാൻ നിർബന്ധിതരായല്ലോ. ഈ 2 പൈശാചിക രാഷ്ട്രങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുന്നതിൻ്റെ സൂചനകൾ ഹിജറയുടെ വിലയാണ്. ഹിജറ പാഴല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ഈ ലോകത്ത് സഫലമാകാതെ പോവില്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നും ഉറക്കെ തെളിയിക്കപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അമേരിക്ക, ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ചോദ്യം ചോദിക്കുമ്പോൾ വിയർക്കുകയാണ്. നാം കണ്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ഓൾമർട്ട് പ്രധാനമന്ത്രി അയാൾ പറഞ്ഞു, ഇത് തെമ്മാടിത്തരമാണ്, ഫലസ്തീനികളോട് ഇത് കാണിച്ചുകൂടാ. മുൻ പ്രധാനമന്ത്രി പറയുന്നു, ഫലസ്തീനികൾക്ക് അനുകൂലമായി ലോകം മാറുന്നതിൻ്റെ അത്ഭുതകരമായ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും അന്ത്യമാണെന്ന് വിചാരിച്ച് വിശ്വാസത്തിൽ നിന്നും സത്യത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നതിന് പകരം ഇത്തരം ത്യാഗങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തെയും സത്യപ്രസ്ഥാനത്തെയും എന്നും വളർത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ, സബറിൻ്റെ വഴിയിൽ, തഖ്വയുടെ വഴിയിൽ, ക്ഷമയുടെ വഴിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന പാതയിൽ നമുക്ക് മുന്നേറാനായാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെ മനോഹരമായി കരുപിടിപ്പിക്കുന്നതിനുള്ള വാതിൽ തുറക്കലാകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഇതെല്ലാം അന്ത്യമാണ് എന്നും ഇസ്രായേൽ വിജയിച്ചു പോയി എന്നും, ഇത്രയും മനുഷ്യരെ കൊന്നിട്ട് ഇസ്രായേൽ ഇത്രയധികം തോൽക്കുന്നുവെങ്കിൽ നോക്കൂ, അതാണ് ലോകത്തിൻ്റെ ഒരത്ഭുതം. ഇത്രയും മനുഷ്യരെ കൊന്നു തീർക്കാൻ കഴിയുന്ന ഒരു ലോകശക്തി, അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്ക ലോകത്തിൻ്റെ മുമ്പിൽ സ്വന്തം പിന്തുണ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തോൽക്കുന്നെങ്കിൽ അതല്ലേ തോൽവി, അതാണ് തോൽവി. അതുകൊണ്ട് അള്ളാഹു പരാജയപ്പെടുത്തേണ്ടവരെ പരാജയപ്പെടുത്തും. ത്യാഗം ചെയ്യുന്നവരുടെ ത്യാഗത്തെ അള്ളാഹു തആല വില കൽപ്പിക്കും. അതിനെ അള്ളാഹു അവർക്ക് സമ്മാനം നൽകും എന്ന അള്ളാഹുവിൻ്റെ പദ്ധതിക്ക് ഒരു ഉടർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് വർത്തമാനകാല സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സബർ, ക്ഷമിക്കുക, അതുപോലെ തന്നെ നമുക്കാവുന്ന വിധത്തിൽ നാം നുസ്രത്ത് ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ 3 വഴികളാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചിട്ടുള്ളത്. ആ വഴിയെ നമുക്ക് നീങ്ങാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കാം. നമുക്കാവുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യേണ്ടത് പലതുമുണ്ട്, അതൊക്കെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും ലോകം അവർക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചകൾ നാം കാണുകയാണ്. അള്ളാഹു അതിന് ഏറ്റവും വേഗം അനുകൂലമായ ഒരു പരിസമാപ്തി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പ്രവാചകൻ മൂസ നബിയുടെ കാര്യത്തിലെന്ന പോലെ, ഇബ്രാഹിം നബിയുടെ കാര്യത്തിലെന്ന പോലെ, മുഹമ്മദ് മുസ്തഫയുടെ കാര്യത്തിലെന്ന പോലെ, ചരിത്രത്തിൽ എവിടെയും അള്ളാഹു സാക്ഷാത്കരിച്ചതുപോലെ ഈ മുഹാജിറുകളുടെ കാര്യത്തിലും അള്ളാഹു അവൻ്റെ വാഗ്ദാനം സാക്ഷാത്കരിക്കുമെന്ന് നാം ഉറപ്പിക്കുക. അതാണ് യഥാർത്ഥ ഈമാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കരൾ രോഗ ശസ്ത്രക്രിയ കഴിഞ്ഞ 2 വയസ്സുള്ള അലി സലാം എന്ന കുട്ടി വീണ്ടും ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി 3 ഇഞ്ചക്ഷൻ വേണം. ഒരെണ്ണത്തിന് 25,000 രൂപ ചെലവും വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. എല്ലാവരും സഹായിക്കുക. ജമാഅത്ത് കമ്മിറ്റി അത് ഗൗരവമുള്ള വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട്. ജമാഅത്തിൻ്റെ കൗൺസിലർമാർ നമസ്കാരാനന്തരം പുറത്തുണ്ടാകും. എല്ലാവരും അതിനോട് സഹകരിക്കണം. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് നമ്മുടെ ഒരു ചെറു കൈ സഹായം ഉപകാരമാകുമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, സഹായത്തിന്, ബർക്കത്തിന് അള്ളാഹു അത് കാരണമാക്കി തരുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ.